ഹായ് നമസ്കാരം. വ്ളോഗേട്ടനാണ്. ഞാനേ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പം സമയം 7 മണി ആവുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ അവസാനമായിട്ട് ഉള്ള കുറച്ച് വീടുകൾ ഞാൻ കാണിച്ചു തരാം. മിക്കവാറും എല്ലാ വീടുകളും പോയി. ഇനി ഈ ഒരു മേഖലയിൽ കുറച്ച് വീടുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കേട്ടോ. അതിലെ ഒരു വീടാണിത്. ഇത് കഴിഞ്ഞ തവണ നമ്മൾ ഡ്രോണൊക്കെ പറത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ ഒരു വിഷ്വൽ. ഈ വീട്ടിലേക്ക് വെള്ളം അടിച്ച് കയറുന്നതൊക്കെ. അന്ന് ഈ വീട് തകർന്നിട്ടില്ല. ഇപ്പോൾ ഈ വീട് തകർന്നു വീണു. കംപ്ലീറ്റ് ആയിട്ട് തകർന്നു വീണു. ബാക്ക് ഭാഗം കംപ്ലീറ്റ് തകർന്നു വീണു. ഫ്രണ്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത വീടൊക്കെ ആയിട്ട് തോന്നും. ഇപ്പോൾ ഇന്ന് കടൽ വളരെ ശാന്തമാണ്. കണ്ടോ, കടൽ കിടക്കുന്നത് നോക്കി, പുഴ പോലെ കിടക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ ശാന്തമായിട്ട് കിടക്കുകയാണ്. അതായത് ന്യൂനമർദ്ദവും അതിൻ്റെ ഭാഗമായിട്ടുള്ള മഴയും ഒക്കെ മാറി കടൽ വളരെയധികം ശാന്തമായി കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ നിന്നിട്ട് ഈ കാഴ്ചകൾ കാണിക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഭീകരമായിരിക്കും ഇതിൻ്റെ കാഴ്ച. ഞാൻ അങ്ങോട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. രാവിലെ നടക്കാൻ ഇറങ്ങിയതായതുകൊണ്ട് ക്യാമറയൊന്നും എടുത്തിട്ടില്ല. ഇതിപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു വൈഡ് ആംഗിളൊന്നും ഇതിൽ കാണിക്കാൻ പറ്റില്ല. കടൽ ചെറുതായിട്ട് കൂടി തുടങ്ങിയിട്ടുണ്ട്. ആണോ, വെള്ളം കടൽ കുറവായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഏറ്റമായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇവിടെ ഒരു വീടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ട്. അതിലിപ്പോൾ ആൾതാമസം ഉള്ളത് ആ ഒരു വീട്ടിൽ മാത്രമാണ്. ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ആ ഒരു സിമെൻറ്റ് കളറുള്ള വീടില്ലേ, ആ വീട്ടിൽ മാത്രമാണ് ഇപ്പോൾ ആൾതാമസം ഉള്ളത്. ബാക്കി എല്ലാവരും മാറിപ്പോയി. ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ഇനിയിപ്പോൾ ആ ഒരു വീട്ടിൽ മാത്രമാണ് ഇപ്പോൾ ആൾതാമസം ഉള്ളത് കേട്ടോ. ഈ വീട് കംപ്ലീറ്റ് മൂടിപ്പോയി തുടങ്ങി. മണ്ണ് കൊണ്ട് കാണാം. ഇതിൻ്റെ വീടിൻ്റെ ഹൈറ്റ് നോക്കിയേ. മണ്ണൊക്കെ കൊണ്ട് നിക്ഷേപിച്ച് ഈ വീടിൻ്റെ ഹൈറ്റൊക്കെ അങ്ങ് കുറഞ്ഞു. ഇനി അപ്പുറത്തെ വീടാണ് ഇപ്പോൾ താമസമുള്ള വീട്. ഇതിൻ്റെ അപ്പുറത്ത് പുലിമുട്ടാണ്. കണ്ടാ, ഈ പുലിമുട്ടിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ കടലാക്രമണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പുലിമുട്ടിട്ട് കഴിഞ്ഞാൽ കടൽ കയറൂല, പുലിമുട്ടിട്ട ഭാഗങ്ങൾ സേഫ് ആവും എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. ആ ഒരു ധാരണ ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കുറേ കാലം ഈ ഒരു മേഖലയിൽ കാര്യമായിട്ടുള്ള കടലേറ്റം ഉണ്ടായിരുന്നില്ല. മഴക്കാലത്ത് ചെറുതായിട്ടൊക്കെ വെള്ളം കയറുമെന്നല്ലാതെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുലിമുട്ടിനെ പോലും വെറുതെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ആ പുലിമുട്ടിട്ടിരിക്കുന്ന ആ ഒരു ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം നിൽക്കുന്നുണ്ട്. ഒരു കണക്കിന് നോക്കിയാൽ ആ പുലിമുട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു വീട് അവിടെ സേഫായിട്ട് നിൽക്കുന്നത്. ആ പുലിമുട്ടിൻ്റെ നേരെയാണ് ആ വീട് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ആ ഒരു ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം, ജസ്റ്റ് ആ പുലിമുട്ടിട്ടതിൻ്റെ നേരെയുള്ള ഒരു 10 മീറ്റർ 20 മീറ്റർ മാത്രം സംരക്ഷിക്കാനാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ മാത്രമാണ് സേഫായിട്ട് നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കംപ്ലീറ്റ് അടിച്ച് കയറി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട് പോലും പോകുന്നൊരവസ്ഥയായി. അതിൻ്റെ അപ്പുറത്തെ വീട് അതെല്ലാം പോയി. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ബാക്കി വീടുകൾ കാണിച്ചു തരാം. പിന്നെ ഉള്ളത് 2 വീടുകളാണ്. അത് നമ്മളെപ്പോഴും കാണിക്കാറുള്ള വീടുകളാണ്. അതാണ് ഇനി ബാക്കിയുള്ളത്. ഇത്രയും വീടുകളാണ് ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ. ഇവിടെ 1 2 3 4 5 ഇവിടെ 5 വീടുകളാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ബാക്കിയുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം പോയി. അതായത് എത്ര വീടുകളുണ്ടായിരുന്നു അറിയോ? ഒരു 40-ലേറെ വീടുകളുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത്രയധികം വീടുകളുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇനി ബാക്കിയുള്ളത് ഈ ഒരു 5 വീടാണ്. അതും താമസയോഗ്യമായിട്ടുള്ളത് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു വീട്ടിലാണ് ഇപ്പോൾ ആൾതാമസം ഉള്ളത്. ഇത് റോഡായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് അഴിമുഖത്തേക്ക് പോകുന്ന റോഡ്, അതായത് നമ്മുടെ അവിടെ നിന്നൊക്കെ വന്ന് അഴിമുഖത്തേക്ക് പോകുന്ന റോഡായിരുന്നു. പൊക്കുളങ്ങര സെൻട്രലിൽ നിന്ന് അഴിമുഖം വരെ പോകുന്ന റോഡായിരുന്നു. ഈ ഒരു വീടൊക്കെ കണ്ടോ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം ഫുള്ള് തകർന്ന് കിടക്കുക എന്ന് ആർക്കെങ്കിലും തോന്നുമോ? റോഡാണ് ഈ കാണുന്നത്. ഈ റോട്ടിൽ കൂടെ നമുക്ക് ഇങ്ങനെ പോവാം. ഇവിടെയൊക്കെ മണൽ കയറിയിട്ട് മൂടിക്കെടുക്കുകയാണ് റോഡ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് റോഡ് കാണാൻ പറ്റും. കണ്ടോ, കുറച്ച് സ്ഥലത്ത് റോഡ് കാണാൻ പറ്റും. ഇത് റോഡാണ് എന്നുള്ളതിനൊരു തെളിവ് വേണ്ടേ?
അതിന് കുറച്ച് സ്ഥലം ഇതുപോലെ തുറന്നിട്ടിട്ടുണ്ട് കടലിൽ തന്നെ. ഇതൊക്കെ ചെളി കുത്തി കിടക്കുന്നുണ്ടോ, ഇതൊക്കെ വെള്ളം കയറി, കടലിൽ നിന്ന് വെള്ളം കയറിയിട്ട്, അതായത് കലങ്ങിയ വെള്ളം, ചെളി വെള്ളം കയറിയിട്ട് ആ വെള്ളം അവിടെ കെട്ടി നിന്ന് ആ ചെളിയൊക്കെ അവിടെ അടിഞ്ഞതാണ് ഈ കാണുന്നത്, ഈ ചെളി കിടക്കുന്നത്. ഇവിടെയൊക്കെ അതുപോലെ തന്നെ കണ്ട ചെളി കുത്തി കിടക്കുന്നുണ്ട്. ഇതിൽ നടക്കാൻ പോലും പറ്റില്ല, റോഡാണ്, പറഞ്ഞിട്ട് എന്താ കാര്യം. അതുപോലെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, മുമ്പ് നമ്മൾ കാണിക്കാറുണ്ടായിരുന്നതാണ്, ഒരു വയലറ്റ് നിറത്തിലുള്ളൊരു വീട്. ആ വീട് തകർന്ന് വീണതും നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ തകർന്ന് വീണ സമയത്ത് ആ വീട് മുഴുവനായിട്ട് കാണാൻ പറ്റുമായിരുന്നു തകർന്ന് കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ആ ഒരു വീടിൻ്റെ ചെറിയൊരു കഷ്ണം മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ മൂടിപ്പോയതാണ് കേട്ടോ, മണലിൽ മൂടിപ്പോയതാണ്. തകർന്ന് വീണ വീടിൻ്റെ മുകളിലേക്ക് മണൽ കൊണ്ട് കയറ്റി മൂടിക്കളഞ്ഞു. ഇപ്പോൾ ആ ഒരു വയലറ്റ് കളർ അവിടെ കാണാം, കണ്ടോ. ആ ഒരു കഷ്ണം, ഈ ഒരു കഷ്ണം മാത്രമാണ് അവിടെ നിൽക്കുന്നത്. വലിയൊരു വീട്, ഒരു കോൺക്രീറ്റ് വീട് തകർന്ന് പോയിട്ട് ഇത്രയാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഈ വീട് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരേ ഒരു തെളിവ് കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതും കാണില്ല, ഇത് കംപ്ലീറ്റ് ചിലപ്പോൾ മൂടിപ്പോവും. മൂടിയതിന് ശേഷം പിന്നെ കംപ്ലീറ്റ് കടലെടുത്തു പോവും. അങ്ങനെയാണ് ഇവിടെയുള്ള വീടുകളൊക്കെ കാണാതായിട്ടുള്ളത്. ഇവിടെ വരുന്നവരോടൊക്കെ, ഇവിടെ കാണാൻ വരുന്നവരോട്, ബീച്ചിലൊക്കെ വരുന്നവരോട് ഇവിടെയൊക്കെ ഒരുപാട് വീടുണ്ടായിരുന്നു, അതൊക്കെ കടലിൽ പോയതാണ് എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോണ്ടല്ലോ പലരും വിശ്വസിക്കില്ല. കാരണം വീടൊക്കെ പോയതാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ കടൽ കൊണ്ടുപോയി കഴിഞ്ഞാണല്ലോ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പണ്ട് അനിക്സ്പ്രയുടെ പരസ്യം ഉണ്ടായിരുന്നു. അതുപോലെയാണ് അവസ്ഥ. അതായത് വീടുണ്ടായിരുന്നതിൻ്റെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാനായിട്ട്. അവിടെയൊക്കെ നമ്മുടെ ആ ഒരു ഏരിയയിലൊക്കെ കടൽ കയറിയിട്ട് ഒരുപാട് കടൽ കയറിയതാണ്, ഒരുപാട് കടൽ കയറി. അതായത് 100-200 മീറ്ററോളം കടൽ കയറി. അതായത് ഞങ്ങളൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ആ സ്ഥലമൊക്കെ ശരിക്കും കരയായിരുന്നു, വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ്. ആ വീടുകളുടെ അവശിഷ്ടത്തിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും മീനുകളൊക്കെ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിപ്പോൾ വലയിടുന്നത്. അതായത് ഞങ്ങളൊരു 100-200 മീറ്റർ പോയിട്ട് വലയിടുമ്പോൾ അത് കടലാണ്, വലിയ ആഴമുള്ള കടലാണ്. പക്ഷേ അവിടെയൊക്കെ കരയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വീടിൻ്റെ ആട്ടുംകൂടാണ് കേട്ടത്, ആടിനെ വളർത്തിയിരുന്നവർ. അപ്പോൾ അതിൻ്റെ ആട്ടുംകൂടാണ് ഈ കാണുന്നത്. അതും കംപ്ലീറ്റ് മൂടിപ്പോയി, കണ്ട മണ്ണിൽ മൂടിപ്പോയിരിക്കുകയാണ്. ഇവിടെയൊക്കെ കുറച്ച് അടയാളങ്ങൾ ബാക്കിയുണ്ട്, വീടുണ്ടായിരുന്നതിൻ്റെ അടയാളങ്ങളൊക്കെ കേട്ടോ. അവിടെ കടലിൽ കാണുന്നത് ഒരു വെയ് ബ്രിഡ്ജ് ആയിരുന്നു. അതായത് ഇവിടെ ഈ പുലിമുട്ട് പണിയാൻ വേണ്ടിയിട്ട് കല്ലുകൾ കൊണ്ടുവന്നിരുന്നു, വലിയ കല്ലുകളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് തൂക്കം നോക്കിയിരുന്നത് ഇവിടെ വെച്ചാണ്, ഈ വെയ് ബ്രിഡ്ജിൽ വെച്ചാണ് അത് തൂക്കിയിരുന്നത്. അത് തൂക്കം നോക്കി കൊണ്ടുവരുന്ന വെയ് ബ്രിഡ്ജ് അതൊക്കെ കടലിൽ പോയി, കംപ്ലീറ്റ് കടലിലായി. ഇപ്പോൾ ഇതും കഴിഞ്ഞ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് കര, അതൊക്കെ കടലെടുത്ത് പോയിട്ട് ആയിട്ടുള്ളതാണ്. ഇതാ ഇനി അപ്പുറത്ത് ആ ഒരു വീട്, ഇത് വെയ് ബ്രിഡ്ജിലേക്ക് കയറിയിരുന്ന ആ ഒരു സംഭവമാണ്, വഴിയാണ് കണ്ടോ, കല്ലൊക്കെ കിടക്കുന്നുണ്ടോ. ഇതൊരു വീട്, അല്ല ഈ വീടൊക്കെ നമ്മളെപ്പോഴും ഇങ്ങോട്ട് വരാറുള്ളതാണ്, എപ്പോഴും കാണിക്കാറുള്ളതാണ് കേട്ടോ. ഈ വീട് കുറേ നാൾ ഹോം സ്റ്റേ ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം വീടായിരുന്നു, പിന്നെ ഹോം സ്റ്റേ ആയിട്ട് കുറേ നാൾ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ ഇതാ ഇങ്ങനെയായി. ഈ പറമ്പിലെ തെങ്ങുകളൊക്കെ നിൽക്കുന്നുണ്ടോ, ഉണ്ടോ, ഒരു തെങ്ങിന് പോലും തലയില്ല. 1-2 തെങ്ങുകൾ അവിടെ നിൽക്കുന്നുണ്ട്, തലയുള്ള തെങ്ങുകൾ. ബാക്കിയെല്ലാം തല പോയ തെങ്ങുകൾ കണ്ടോ. ഇത്രയും വലിയ തെങ്ങുകളാണ്. അതായത് ഇവിടെയൊക്കെ കരയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരേ ഒരു തെളിവുകളാണ് കേട്ടത്. ഇത് ഇനിയിപ്പോൾ
കടൽ ഇവിടെ തന്നെ ആയിരുന്നു എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെങ്ങുകളൊക്കെ ഇത്രയും വലിപ്പം വരുന്ന തെങ്ങുകൾ. ഈ ഒരു തെങ്ങ് ഇത്രയും വലിപ്പം വരണമെങ്കിൽ എത്ര വർഷം വേണം എന്നുള്ളത് തെങ്ങ് കൃഷി ചെയ്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു തെങ്ങെങ്കിലും സ്വന്തമായിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഈ ഒരു തെങ്ങ് വളർന്ന് ഇത്രയും വലിപ്പം വരണമെങ്കിൽ എത്ര വർഷം വേണം എന്നുള്ളത്. എന്തായാലും ഒരു 40-50 വർഷമെങ്കിലും വേണമല്ലോ. കണ്ടോ? അപ്പോൾ അത്രയും വർഷം മുമ്പ് ഇവിടെ കരയായിരുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. എന്നാലും പലരും പറയും ഇത് കടലായിരുന്നു, കടപ്പുറത്ത് കൊണ്ട് വീട് വെച്ചതാണ്, കടലിൻ്റെ അടുത്ത് കയ്യേറി വീട് വെച്ചതാണ് എന്നൊക്കെ പറയും. ഇവിടെ ഒരു വീടുണ്ട്, കണ്ടോ? അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് വിട്ട് എത്രയോ ദൂരം കരയായിരുന്നു എന്നറിയോ? റോഡൊന്നും എവിടെയാണെന്ന് പോലും അറിയില്ല. വണ്ടികൾ, ഓഫ് റോഡ് വണ്ടികൾ ഒക്കെ, 4 വീൽ ഡ്രൈവ് ഉള്ള വണ്ടികളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ അടയാളം കാണുന്നുണ്ട്, കണ്ടോ? ബാക്കി വണ്ടികൾക്കൊന്നും ഇപ്പോൾ വരാൻ യാതൊരു നിവൃത്തിയില്ല. ഈ വീട് ഏകദേശം തകർന്നു എന്ന് തന്നെ പറയാം. പക്ഷെ വീണിട്ടില്ല, മുഴുവനായിട്ട് വീണിട്ടില്ല, ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അങ്ങനെ എന്തായാലും തിരിച്ച് നടക്കട്ടെ. രാവിലെ എന്നും നടക്കാനിറങ്ങും, ഒരു 5-5:30 ആകുമ്പോൾ ഇറങ്ങുന്നതാണ്. ഇപ്പോൾ 7 മണി കഴിഞ്ഞു സമയം. എന്തായാലും തിരിച്ചു പോട്ടെട്ടാ. അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പിന്നെ നടക്കാൻ ഇറങ്ങിയപ്പോൾ നേരം വെളുത്തത് കൊണ്ട് ഈ കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റി. സാധാരണ ഞാൻ ഇതിനേക്കാളും നേരത്തെ ഇറങ്ങിയിട്ട് ഇരുട്ട് മാറുന്നതിന് മുമ്പ് തിരിച്ചു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് കാഴ്ചകളോ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റാറില്ല. പിന്നെ ക്യാമറ ഉണ്ടാവാറില്ല, ഫോണാണ്. അപ്പോൾ ഇന്നെന്തായാലും നേരം വെളുത്തുകൊണ്ട് ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി കേട്ടോ, പോട്ടെ, ബൈ.